ഹലോ വെൽക്കം ടു വർണാസ് കിച്ചൺ ടേൽസ്. ഇന്ന് നമ്മൾ ചിക്കൻ പോക്കറ്റ്സ് ആണ് ഉണ്ടാക്കുന്നത്. ഇഫ്താർ പാർട്ടികൾക്കൊക്കെ നല്ല ഭംഗിയായിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റിയാണ്. അതേപോലെ തന്നെ നമ്മൾ മയണൈസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു ചപ്പാത്തിയുടെ സ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഈ പരത്തി കഴിഞ്ഞാൽ ഇടയ്ക്ക് ഹോൾസ് ഒന്നും ഉണ്ടാവരുത്. എല്ലാ സൈഡിലും ഒരേ കനം വരുന്ന രീതിയിൽ പരത്തിയെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിന്റെ അടപ്പോ എന്തെങ്കിലും വെച്ചിട്ട് റൗണ്ട് ഷേപ്പിൽ ഇതൊന്ന് അമർത്തി കട്ട് ചെയ്തെടുക്കുക. ബ്രെഡിന്റെ സൈഡ്സ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. ഇത് കളയേണ്ട കാര്യമില്ല. ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് ഇതിൽ തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിങ്ങനെ കറക്റ്റ് റൗണ്ട് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കാം. കുറച്ച് ബ്രെഡും കൂടെ ഞാൻ ഇതേ രീതിയിലൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ബ്രെഡിന്റെ സൈഡ്സ് ഒന്നും മുറിഞ്ഞു പോയാലൊന്നും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സെൻറ്റർ പോർഷൻ നല്ല ക്ലീൻ ആയിരിക്കണം. 2-3 എണ്ണം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല റൗണ്ട് ഷേപ്പിൽ പൊട്ടാതെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു ബൗളിലേക്ക് 2 മുട്ടയും 2 പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബ്രെഡ് ഇതിൽ മുക്കിയെടുക്കാം. ഒരു ഫോർക്കോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ബ്രെഡ് മുറിഞ്ഞു പോവരുത്. ഇനി നമ്മുടെ റസ്ക് പൗഡർ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. കൈയോ ഫോർക്കോ ഉപയോഗിച്ച് നിങ്ങളുടെ സൗകര്യം പോലെ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എക്സ്ട്രാ പൊടിയൊക്കെ ഒന്ന് തട്ടിക്കൊടുത്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. 2-3 എണ്ണം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ചൂടായി വരണം. ആ സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് നമ്മൾ ഈ ബ്രെഡിന്റെ പീസ് ഇട്ട് കൊടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് കുറച്ച് എണ്ണ ഇതിന്റെ മേലേക്ക് കോരി ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. 2 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും ഇതുപോലെ ഒന്ന് ഫ്രൈ ആയി വരണം. മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഏകദേശം 1.5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ എണ്ണ വാർത്ത് കളഞ്ഞിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള ബ്രെഡിന്റെ പീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇടുമ്പോഴും എടുക്കുമ്പോഴും ഒക്കെ ഇതിൽ ഹോൾസ് വീഴാതെ ശ്രദ്ധിക്കുക. വളരെ പതിയെ ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ ഹോൾസ് വീണിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് അങ്ങ് പൊങ്ങി കിട്ടണമെന്നില്ല. ഒരു സൈഡ് ഫ്രൈ ആയാൽ മറിച്ചിട്ട് കൊടുക്കുക. മറ്റേ സൈഡും കൂടെ 1-2 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് എണ്ണ വാർത്ത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ബ്രെഡൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്സ് ഉണ്ടാക്കണം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമുക്ക് എത്ര ചിക്കൻ ആവശ്യമുണ്ടോ അത് ഇട്ട് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 5-6 പീസ് ചിക്കനെ എടുത്തിട്ടുള്ളൂ. അത് നീളത്തിൽ നൈസായിട്ട് കട്ട് ചെയ്യുക. അതിലേക്ക് കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഇത് കുക്കായിട്ട് കിട്ടും. ചിലപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങി വരും. അതൊന്ന് വറ്റിച്ചു കൊടുത്താൽ മതി. ചെറിയ പീസുകളായിട്ടുണ്ട് അധിക സമയമൊന്നും എടുക്കില്ല. പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും. ചിക്കൻ ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞാൽ 1/2 കഷ്ണം സവാള കട്ട് ചെയ്തത്, ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചത്, ഇത് രണ്ടും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 8 കാഷ്യൂ 1/2 കപ്പ് വെള്ളത്തിൽ കുതിർത്തിട്ട് അത് നന്നായിട്ട് അരച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുക. കാഷ്യൂ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുക്കണം. വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇത് ഇഷ്ടമില്ലെങ്കിൽ മയണൈസ് യൂസ് ചെയ്യാം. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത് ഇതാണ്. ഇനി നമ്മുടെ ബ്രെഡ് നമുക്ക് നടുവിലൂടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. വെജിറ്റബിൾ കട്ടറോ അല്ലെങ്കിൽ നമ്മുടെ കത്തിയോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പാക്കറ്റ് പോലെ നമുക്ക് ഫില്ലിങ്സ് വെക്കാനുള്ള സ്പേസ് ഉണ്ടാവും. നമുക്ക് നേരെ ഇതിലേക്ക് ഫില്ലിങ്സ് നിറയ്ക്കാം. അതല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ഭംഗിയായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ലെറ്റ്യൂസ് ലീവ്സ് നന്നായിട്ട് ചൂടുവെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫില്ലിങ്സ് ഇതിലേക്ക് നിറച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു ടൊമാറ്റോയോ ക്യാരറ്റോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഇങ്ങനെ തന്നെ വേണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. മയണൈസ് ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്കിത് ധൈര്യമായിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഇഫ്താറിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. ബൈ.